ബ്രഹ്മചാരിയായ ഹനുമാന് ഒരു പുത്രനുള്ളതായി രാമായണത്തിന്റെ ആസാമീസ് ബംഗാളി നാടോടി കഥകളിൽ പറയപ്പെടുന്നു. ആ കഥ ഇങ്ങനെയാണ്. ദേവി സീതയെ തിരഞ്ഞ് ലങ്കയിലെ രാവണൻ കോട്ടയിലെത്തിയ ഹനുമാൻ തന്നെ പിടിച്ചുകെട്ടാൻ രാവണന്റെ ഭടന്മാർ ശ്രമിച്ചപ്പോൾ തന്റെ വാലിലെ തീ കൊണ്ട് ലങ്കാനഗരിയാകെ തീ വെച്ചു. തന്റെ പരാക്രമങ്ങൾക്കൊടുവിൽ നന്നായി വിയർത്തു കുളിച്ച ഹനുമാൻ സ്നാനത്തിനായി കടലിലിറങ്ങി. അപ്പോൾ ഹനുമാന്റെ വിയർപ്പ് തുള്ളികൾ സമുദ്രജലത്തിൽ കലർന്നു. ഇതൊരു മകര മത്സ്യത്തിന്റെ ഉള്ളിലെത്തി. അതൊരു ഭ്രൂണമായി മത്സ്യത്തിന്റെ ഉള്ളിൽ നാമ്പിട്ടു. അങ്ങനെ ഹനുമാൻ താൻ മനസ്സാ വാച കർമ്മണ അറിയാതെ മത്സ്യത്തിൽ ഒരു പുത്രൻ ജനിച്ചു. അവന് വാനരന്റെ മുഖവും മത്സ്യത്തിന്റേതായ വാലുകളും ഉണ്ടായിരുന്നു. ജനനാവസ്ഥയിൽ തന്നെ അതിശക്തനായിരുന്നു അവൻ. മകര മത്സ്യത്തിൽ പിറന്നവനായതിനാൽ അവൻ മകർധ്വജൻ എന്നറിയപ്പെട്ടു. മകർധ്വജന്റെ ശക്തികളെപ്പറ്റി അറിഞ്ഞ രാവണന്റെ അർദ്ധ സഹോദരനായ അഹിരാവണൻ അഥവാ പാതാള രാവണൻ അവനെ പാതാള ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പാതാള ലോകത്തിന്റെ സൈന്യാധിപനും കാവൽക്കാരനുമാക്കി മാറ്റി. അങ്ങനെയിരിക്കെ രാമരാവണ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന അവസാന നാളുകളിൽ രാവണനെ സഹായിക്കാൻ മഹിരാവണനും എത്തുകയുണ്ടായി. ശക്തിയേക്കാൾ കുതന്ത്രത്തിലും മായാജാലത്തിലും അഗ്രഗണ്യനായിരുന്നു അഹിരാവണൻ. ഒരിക്കൽ രാത്രി ഉറങ്ങിക്കിടക്കുകയായിരുന്ന രാമലക്ഷ്മണന്മാരെ തന്റെ മായാവിദ്യയാൽ മയക്കി അഹിരാവണൻ പാതാള ലോകത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി. പാതാള ഭദ്രകാളിക്ക് ബലി കൊടുക്കാനായിരുന്നു ഇത്. തന്റെ പ്രഭു ശ്രീരാമനെയും സഹോദരൻ ലക്ഷ്മണനെയും പാതാളരാവണൻ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞ് കുപിതനായ ഹനുമാൻ എങ്ങനെയും അവരെ രക്ഷിക്കണമെന്ന ദൃഢനിശ്ചയത്തിൽ പാതാള ലോകത്തിലെത്തി. പാതാള കവാടത്തിൽ കാവൽ നിന്ന മകരധ്വജനുമായി ഹനുമാൻ ഏറ്റുമുട്ടേണ്ടി വന്നു. രണ്ടുപേരും തുല്യശക്തികൾ പോലെ ഹനുമാൻ അനുഭവപ്പെട്ടു. തന്നോളം ബലവാനായ മറ്റൊരു വാനരനോ ഹനുമാന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഹനുമാൻ തന്റെ ജ്ഞാനദൃഷ്ടിയാൽ മകർധ്വജൻ തന്റെ പുത്രനാണെന്ന് അറിഞ്ഞുവെന്നും അതല്ല മകർധ്വജൻ തന്നെ ഹനുമാനോട് താൻ പരമരാമഭക്തനായ ഹനുമാന്റെ പുത്രനാണെന്ന് വെളിപ്പെടുത്തിയെന്നും രണ്ടുണ്ട് വാദങ്ങൾ. എന്തായാലും മുൻപിൽ നിൽക്കുന്നത് തന്റെ പിതാവാണെന്ന് മനസ്സിലാക്കിയ മകർധ്വജൻ വഴക്കിൽ നിന്നും പിന്മാറി ഹനുമാനോട് മാപ്പപേക്ഷിച്ചു. മഹിരാവണനെ നേരിടാനെത്തിയ ഹനുമാന് ചുറ്റും മായാലോകം സൃഷ്ടിക്കുകയാണ് മഹിരാവണൻ ചെയ്തത്. അവിടെ ആയിരക്കണക്കിന് മഹിരാവണന്മാർ ഉണ്ടായിരുന്നു. അതിൽ ആരാണ് യഥാർത്ഥ മഹിരാവണൻ എന്ന് കണ്ടുപിടിക്കുക ശ്രമകരമായിരുന്നു. എന്നാൽ മഹിരാവണനെ വധിക്കണമെങ്കിൽ ഒരേ സമയം 5 ദിശകളിലായി മഹിരാവണന്റെ കൊട്ടാരത്തിൽ വിളക്കുകൾ തെളിയിക്കണമായിരുന്നു. സീതാദേവിയെ മനസ്സാൽ ഭജിച്ച ഹനുമാന് ദേവി ജ്ഞാനദൃഷ്ടിയിലൂടെ ഈ വിവരം പകർന്നു നൽകി. പഞ്ചമുഖങ്ങളുള്ള ഹനുമാൻ 5 ദിശകളിലായി ഹനുമാൻ, നരസിംഹ, ഗരുഡ, വരാഹ, ഹയഗ്രീവ എന്നീ തന്റെ 5 മുഖങ്ങൾ കൊണ്ട് വിളക്ക് തെളിയിക്കുകയും മഹിരാവണനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ മഹിരാവണന്റെ മായിക ലോകത്തിൽ അകപ്പെട്ട രാമലക്ഷ്മണന്മാർ മയക്കം വിട്ടുണരുകയും മകർധ്വജനെ അനുഗ്രഹിച്ച് പാതാള ലോകത്തിന്റെ അധിപനായി വാഴിച്ച് തിരികെ യുദ്ധഭൂമിയിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നാണ് കഥ.